അയ്യോ ബിറ്റ് ബിറ്റ് ഇതെന്തൊരു ബിറ്റാണ്. ഓരോരോ റീൽസേ. ഈ അഴകിയ ലൈലയുടെ റീൽസ് കാണാൻ നല്ല രസമുണ്ട്. ആ അഴകിയ ലൈല ഇവളെന്തൊരു രസമാ. ഓ അവളുടെ ഒരു അഴകിയ ലൈല പഠിക്കാനാണെന്നും പറഞ്ഞിട്ട് അമ്മയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചിട്ട് ഇവൾ ഇവിടുന്ന് റീൽസ് കാണുകയാണല്ലേ. ഇപ്പൊ ശരിയാക്കി തരാം നിന്റെ അഴകിയ ലൈലയെ. ഡീ കുഞ്ഞാവേ കുഞ്ഞാവേ. അയ്യോ ഇവളോ? അതെടി ഞാൻ തന്നെ. നീയേ പഠിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചത് ഇതിനാണല്ലേ. ഞാനിപ്പോൾ അമ്മയോട് പറഞ്ഞെടുക്കും നീ ഇവിടെ റീൽസും കണ്ട് ഒത്തിരിക്കുകയാണെന്ന്. എന്ത് റീൽസോ? ആര് പറഞ്ഞു ഞാൻ റീൽസ് കാണുകയാണെന്ന്? ഞാനേ പഠിക്കുകയാ. നിന്റെ പുസ്തകത്തിൽ എവിടെയാണ് ഈ ലൈലയെ കുറിച്ച് പഠിപ്പിക്കുന്നത്? എന്ത് ലൈലയെ കുറിച്ചോ? എന്റെ പുസ്തകത്തിലൊന്നുമില്ല ലൈലയെ കുറിച്ചൊന്നും. ആ അത് തന്നെ ഞാനും പറഞ്ഞത്. നീ ഇവിടെ നിന്ന് അഴകിയ ലൈലയുടെ റീൽസും കണ്ട് ഒത്തിരിക്കുകയല്ലേ. എനിക്കൊക്കെ മനസ്സിലായി. ആഹാ നിനക്ക് എന്ത് മനസ്സിലായെന്ന്? ഞാൻ ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യുക തന്നെയാണ്. എനിക്ക് ഫോണിൽ നോക്കിയിട്ട് കുറച്ച് ഹോംവർക്ക് ചെയ്യാനുണ്ട്. ഞാൻ അത് ചെയ്യുകയാണ്. ഓ പിന്നെ നീ നുണ പറഞ്ഞുരുളുകയൊന്നും വേണ്ട. എനിക്കൊക്കെ മനസ്സിലായി. നീയേ ഫോണിൽ നോക്കി പഠിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ അമ്മയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചത്. എന്നിട്ട് ബുക്ക് അവിടെ തുറന്നു വെച്ചിട്ട് എന്നിട്ട് നീ ഇവിടുന്ന് റീൽസ് കാണുന്നു. എനിക്കൊക്കെ മനസ്സിലായി. ഞാനൊക്കെ കണ്ടതാണ്. അതുകൊണ്ട് നീ നുണ പറയാൻ നിൽക്കണ്ട. കണക്കായിപ്പോയി കണക്കായിപ്പോയി. കണ്ടിട്ടുണ്ടെങ്കിലേ നീ കണ്ട പോലെ അവിടെ തന്നെ നിന്നോ. ഓഹോ എന്നോട് തർക്കുത്തരം പറയുന്നോ? നിനക്ക് ഇപ്പൊ ശരിയാക്കി തരാം ഞാൻ. അമ്മ അമ്മ ദേ അമ്മ ഇങ്ങോട്ടൊന്ന് നോക്കിയേ. ഈ കുഞ്ഞാവ ഇവിടെ നിന്ന് പഠിക്കാതെ ഫോൺ കാണുകയാണ്. എടി കുഞ്ഞാവേ നിന്നോട് അമ്മ ഇവിടെയൊക്കെ ഒന്ന് തൂത്തു വാരാൻ പറഞ്ഞു. എന്ത് തൂത്തു വാരാനോ? അതും എന്നോടോ? അതെ നിന്നോട് തന്നെ. അതെന്തേ കൊച്ചമ്പ്രാട്ടി തൂത്തു വാരിയത് കൊച്ചമ്പ്രാട്ടിയുടെ കൈത്തെ വളം ഊരിപ്പോകുമോ? ആഹാ എനിക്കൊന്നും വയ്യ. എനിക്ക് കുറെ പഠിക്കാനുണ്ട്. അല്ലെങ്കിൽ അമ്മ അത് നിന്നോടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഞാൻ എന്റെ തലയിൽ ഇടാനൊന്നും നോക്കണ്ട. ഞാനൊന്നും ചെയ്യില്ല. മര്യാദക്ക് ഇവിടൊക്കെ തൂത്തു വാരിക്കോ. അല്ലെങ്കിൽ അമ്മയോട് ഞാൻ ഇതൊക്കെ പറഞ്ഞു കൊടുക്കും. ഇല്ല 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 എനിക്ക് 100 കൂട്ടം പഠിക്കാനുണ്ട്. ഓ അവളുടെ പറച്ച കേട്ടാ തോന്നും അവൾ IAS എക്സാമാണ് എഴുതാൻ പോകുന്നതെന്ന്. നിനക്ക് എന്തുവാടി ഇത്രമാത്രം പഠിക്കാനുള്ളത്? അതൊന്നും നീ അറിയണ്ട. പഠിപ്പിസ്റ്റുകളാവുമ്പോഴേ അവർക്ക് ഒരുപാട് പഠിക്കാനുണ്ടാകും. അല്ലാതെ നിന്നെ പോലെ ബാക്ക് ബെഞ്ച് അല്ല ഞാൻ. ഓ പറയുക വേണ്ട. ഒരു പഠിപ്പിസ്റ്റ് വന്നിരിക്കുന്നു. എടി കഴിഞ്ഞ എക്സാമിന് നിനക്ക് എന്തുവാ കിട്ടിയത്? പേപ്പറിൽ വലിയ ആന മുട്ടയല്ലേ. അത്രയും വലിയൊരു മുട്ട നിന്റെ ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടോ? എന്നിട്ട് വലിയ പഠിപ്പിസ്റ്റാണ് പോലും പഠിപ്പിസ്റ്റ്. മര്യാദക്ക് നിന്നോട് ഫോൺ ഇങ്ങോട്ട് തരാനാ പറഞ്ഞത്. എന്നിട്ട് ഞാൻ പറഞ്ഞതനുസരിച്ചിട്ട് ഇവിടെ ഒക്കെ തൂത്തു വാരിക്കോ. അല്ലെങ്കിലേ നിന്റെ ഈ മുട്ട കിസ്സ ഞാൻ നാട് മുഴുവൻ പാട്ടാക്കും. അത് പിന്നെ അത് എനിക്ക് മാത്രമല്ലല്ലോ. എന്റെ ക്ലാസ്സിൽ എല്ലാവർക്കും മുട്ട തന്നെയാ കിട്ടിയത്. എടി നിന്റെ ക്ലാസ് എന്താ കോഴിക്കൂടാണോ ഇങ്ങനെ എല്ലാവരും മുട്ടയിട്ട് തരാൻ? നീ ഒന്ന് ശല്യപ്പെടുത്താതെ പോയനെ. എനിക്ക് കുറച്ച് പഠിക്കാനുണ്ട്. നീയേ നിന്റെ കാര്യം നോക്കിയാൽ മതി. എന്റെ കാര്യം നോക്കാൻ ഇങ്ങോട്ടേക്ക് വരണ്ട. വരും വരും വരും. നിന്നോടാ മര്യാദക്ക് ഇവിടെ ഒക്കെ തൂത്തു വരാൻ പറഞ്ഞത്. ആ ഫോൺ ഇങ്ങോട്ടാ. നിനക്ക് പഠിക്കാനുണ്ടെങ്കിൽ പഠിച്ചു കഴിഞ്ഞിട്ട് നീ ഇവിടെ ഒക്കെ തൂത്തു വരിയാ മതി. അതുവരെ ഫോൺ എന്റെ കയ്യിലിരിക്കട്ടെ. അവളുടെ ഒരു റീൽസ് കാണൽ. ഇനി കുറച്ച് റീൽസ് ഞാൻ കാണട്ടെ. അഴകിയ ലൈല അവളിവളത് സ്റ്റൈല സന്തന വെയില ഇവൾ മന്മത പുയല അടടാ പൂവിൻ മാനാടാ. എടി കുഞ്ഞാവേ നീ അവിടെ വൃത്തിക്കൊക്കെ തൂത്തു വരണേ. അങ്ങനെ അവൾ ഫോണും കൊണ്ട് പോയോ? ഓ എനിക്ക് 8ന്റെ പണി കിട്ടിയല്ലോ. എനിക്കെങ്ങും വയ്യ ഇവരുടെ തൂത്തു വരാൻ. ഞാനെങ്ങും തൂത്തു വരില്ല. എന്നെ പറ്റിച്ചിട്ട് ഫോണും കൊണ്ട് മുങ്ങിയതാണ് അവൾ. അമ്മ അമ്മ ഈ അമ്മ എന്താ വിളിച്ചിട്ട് അനങ്ങാത്തത്? എടി കുഞ്ഞാറ്റെ നിക്കടി അവിടെ. നിന്നോട് മര്യാദയ്ക്ക് ആ ഫോൺ ഇങ്ങോട്ട് തരാൻ പറഞ്ഞത്. ഒന്ന് പോടി അവിടുന്ന്. നീയേ നിന്നോട് പറഞ്ഞ പണി ചെയ്. നീ അവിടെ ഒക്കെ തൂത്തു വാരിക്കോ. എനിക്ക് ഇതിൽ കുറച്ച് പണിയുണ്ട്. അങ്ങനെ നീ ഒറ്റയ്ക്ക് റീൽസ് കാണണ്ട.